അങ്ങനെയൊന്നും കളിയാക്കല്ലേ. ഞങ്ങളൊക്കെ ഒത്തിരി ആസ്തിയുള്ള കുടുംബത്തിലുള്ളതാണ്. ആസ്തിയുള്ള കുടുംബം അല്ലടാ, ആർത്തിയുള്ള കുടുംബം. ആർത്തിയുള്ള എന്തൊരു ആർത്തി? എടാ നീ കേക്കണം, എന്റെ കൊച്ചി ഇറക്കം ഒരു ദിവസം വീട്ടിന്റെ മുറ്റത്തിരുന്ന് മൗത്ത് ഓർഗൻ വായിച്ചോണ്ടിരിക്കുക. ഇവന്റെ അച്ഛൻ അതിലെ പോയിട്ട് പറയാണ്, ഡാ അപ്പനെതിരെ ഒറ്റയ്ക്ക് 5 സ്റ്റാർ മുട്ടായി തിന്നുന്ന ആളാന്ന് പറയും പിടിച്ചു പഠിച്ച് ചവച്ചൊക്കെ തിന്നു. എന്റെ കടവന്തരെ പിറ്റേന്ന് രാവിലെ ബാത്റൂമിന്റെ അതിലേ പോയപ്പം എന്റെ ബാത്റൂമിനകത്ത് ഫ്യൂഷൻ നടക്കും. സംഭവിച്ചല്ലോ. അയ്യോ എടാ പരപ്പനങ്ങാടി പടപ്പക്ക പണപ്പരിപ്പട പക്കാട. അയ്യോ യുവന്മാരിടയിൽ വന്ന് എനിക്ക് നാക്കുളുക്കുന്നില്ല ദൈവമേ. മുടി അങ്ങ് വലിച്ച് പിടിക്കളേട്ടാ. ഇവിടെ വേടാ, ഇനി ഞാൻ പറയാൻ പോണ കാര്യം അവൻ അറിഞ്ഞ തീർത്തളയും. എന്റെ പേരെന്തുവാടാ? എന്റെ പേര് അത്രയ്ക്കും വല്ല കോമഡിയാടാ. പടപ്പക്കര പപ്പൻ. നീ പോ പറയാ. ഈ പടപ്പക്കര പപ്പന്റെ തന്തയ്ക്ക് വിളിക്കുന്നതാ. അയ്യോ തന്തയ്ക്ക് വിളിച്ചതല്ല അളിയാ. ഇയാളെ തന്ത മരിച്ചപ്പോഴത്തേക്ക് അവിടുത്തെ മൊത്തം കാര്യങ്ങൾ ഞാൻ നോക്കിയില്ലേ. അവസാനം ആ ചിതയ്ക്ക് ചുറ്റും 3 വലം വെച്ചിട്ടാണ് ഞാൻ വന്നത്. അയ്യോ ചിതയ്ക്ക് ചുറ്റുമല്ല വലം വെച്ചത്. ഞാൻ നോക്കിയപ്പോ പട്ടിണി കഞ്ചി കലത്തിന് ചുറ്റും വലം വെച്ചിട്ട് ഒരു കുത്തുപോണിയിൽ കഞ്ഞി എടുത്ത് വെച്ചിട്ട് അവൻ ചോദിക്കുക, അളിയ നല്ലൊരു മരണ വീടായിട്ട് മീൻകറി ഒന്നും ഇല്ലെന്ന്. മീൻകറി ഇല്ലാത്ത വാശിക്ക് അവൻ ചെയ്തെന്തെന്നറിയോ? 3 ബക്കറ്റ് വെള്ളം കോരി കത്തിക്കൊണ്ടിരുന്ന എന്റെ അച്ഛന്റെ ചിതയിൽ വെച്ചിട്ട് പറയാ, ഇയാളങ്ങനെ കത്തി ഷൈൻ ചെയ്യണ്ടാന്ന്. ഇവൻ എന്തിനു ചെയ്യണോടാ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്താണ് അളിയന്റെ വിഷയം എന്താണെന്ന് പറ. നിന്റെ ചെവിയിൽ കുരുവാടാ. ഇത്ര നേരം പറഞ്ഞാ ശ്രീധരൻ വേണമെന്ന്. ശ്രീധരൻ പൈസ ഞാൻ തരാം. ഇവിടുത്തെ പരിപാടി തീർന്നിട്ട് ആ പേയ്മെന്റ് മേടിച്ച് അതിനൊക്കെ തരും. അയ്യോ 250 രൂപ ഉണക്ക കപ്പയ്ക്ക് വേണ്ടിയല്ല ഞാൻ വന്നത്. 250 രൂപ ഉണക്കക്കപ്പം പണ്ട്. ഇന്ന് ഞങ്ങൾ 2 സ്റ്റേജിൽ കയറണമെങ്കിലേ 10-25 എണ്ണി കമ്മിറ്റിക്കാർ വെക്കണം. എങ്ങനെ കാല് കുത്തോളൂ. നാട്ടുകാർ അങ്ങനെ അല്ലല്ലോ പറയുന്നത്. നിങ്ങളെ സ്റ്റേജിൽ കാല് കുത്തിയ മുട്ടിന്റെ ചിരട്ടടിച്ചു പൊട്ടിക്കുന്നതാണല്ലോ. നീ ഒരു കാര്യം ചെയ്യും, തൽക്കാലം നീ ഇവിടെ ഫിഗർ ഉണ്ടാക്കി പൈസ എന്നിട്ട് നീ ഉണ്ടാക്കി. അടുത്ത 10-ാം തീയതി പൈസ തന്നിരിക്കും. എനിക്ക് ഇതിന് വിശ്വാസം ഇല്ലടേ. അവൻ 10-ാം തീയതി പൈസ തന്നില്ലെങ്കിൽ ഞാൻ തരുവാ. ഉറപ്പാണല്ലേ? കടവന്തരെ അടുത്ത 10-ാം തീയതി തന്നില്ലെങ്കിൽ നിന്റെ കട ഞാൻ മന്ത്രയാക്കും. ഇനി അല്പം ലഹരി മധു പാനീയം കുടിക്കട്ടെ. നിന്റെ അളിയന്റെ കുപ്പി ഇരിക്കണ്ട. നൈസാ കുറുവി ചോദിച്ചോക്കടാ ഓരോ പെഗ്. അളിയാ എനിക്കൊരു ശീലമുണ്ട്. ഈ സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ 2 അടിക്കുന്ന സ്വഭാവമുണ്ട്. എനിക്കൊരു ആഗ്രഹമുണ്ട്, നിനക്ക് 2 തരണമെന്ന്. ഇപ്പൊ ഇവിടെ നടന്നത് 2 മൻ ഷോ അല്ല, പടക്കര പപ്പന്റെ 1 മൻ ഷോ.